പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ വായിക്കുന്നത്. ഈ സങ്കീർത്തനം അപകടത്തിൽ ആശ്രയമെന്ന്. മനുഷ്യ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും അപകടങ്ങളും ഒക്കെ നിറഞ്ഞൊരു ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവമല്ലാതെ മറ്റാരും ആശ്രയമില്ല എന്ന തിരിച്ചറിവാണ് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് ഈ മൂന്നാമത്തെ സങ്കീർത്തനം വായിക്കാം. അപകടത്തിൽ ആശ്രയമെന്നാണ് അതിൻ്റെ ഹെഡിങ്. അപകടത്തിൽ ആശ്രയം. കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു. ദൈവം അവനെ സഹായിക്കയില്ലെന്ന് പലരും എന്നെക്കുറിച്ചു പറയുന്നു. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തനായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവേ, എഴുന്നേൽക്കണമേ. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങൻ്റെ ശത്രുക്കളുടെ ചികിടത്തടിച്ച് ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു. മോചനം കർത്താവിൽ നിന്നാണ്. അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേലുണ്ടാകുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ നിന്ന് രക്ഷ വരുന്നു, വിമോചനം വരുന്നു, സംരക്ഷണം വരുന്നു, സ്നേഹം വരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ.